വെൽക്കം ബാക്ക് ടു ചാനൽ. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ വിഷു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സാരി ലുക്കാണ്. സോ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കാം. ലാക്മേയുടെ പീച്ച് മിൽക്ക് എന്ന് പറയുന്ന മോയ്സ്ചറൈസറാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഓയിലി സ്കിന്നിന് പറ്റിയൊരു മോയ്സ്ചറൈസറാണ്. എൻ്റെ ഓയിലി സ്കിന്നാണ്. സോ എനിക്ക് വെയിലത്തിറങ്ങുമ്പോഴൊക്കെ ഈ എണ്ണമയം ഒലിച്ചിറങ്ങുന്ന ഒരു ഇഷ്യൂ ഉണ്ട്. പക്ഷേ ഈ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് ബെറ്ററായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. ഐബ്രോസ് ഒക്കെ നന്നായിട്ട് വളർന്ന് നിൽക്കുകയാണ്, ഞാൻ ത്രെഡ് ചെയ്തിട്ടില്ല. സോ നമുക്ക് BB ക്രീമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, പോൺസിൻ്റെ BB ക്രീമാണ്. സോ അത്യാവശ്യം മാർക്കുകൾ എൻ്റെ ഫേസിലുള്ളത് കൊണ്ട് തന്നെ ഞാൻ BB ക്രീം വെച്ചിട്ട് ജസ്റ്റ് കവർ ചെയ്ത് കൊടുക്കുകയാണ്. സോ അത്യാവശ്യം എൻ്റെ മുഖത്ത് അത്യാവശ്യം പിമ്പിൾസ് ഒക്കെ വന്നിട്ട് നല്ല ഡാർക്ക് മാർക്കുകൾ ഉണ്ട്, നല്ല രീതിക്ക് തന്നെ ഉണ്ട്. സോ ഞാൻ അവിടേക്ക് ഈ ഒരു BB ക്രീം ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അത്യാവശ്യം ഒരുപാട് ഞാൻ അപ്ലൈ ചെയ്യുന്നില്ല, കാരണം അപ്ലൈ ചെയ്തിട്ടും കാര്യമില്ല, ഒലിച്ചിറങ്ങും. ഇപ്പോഴത്തെ ക്ലൈമറ്റ് അങ്ങനെയാണല്ലോ, നല്ല ചൂടാണ്, വിയർക്കും. അപ്പം അത് കാരണം ചെറുതായിട്ട് ജസ്റ്റ് ആ ഒരു വൃത്തികേട് മാറി കിട്ടാൻ വേണ്ടി മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ദെൻ ലെഫ്റ്റ് സൈഡിൽ ഞാനിപ്പോൾ ചെയ്തു, അതേപോലെ റൈറ്റ് സൈഡിലും ചെയ്യുന്നുണ്ട്. ദെൻ എനിക്ക് നല്ല രീതിയിൽ തന്നെ അണ്ടർ ഐ ഡാർക്ക്നെസ് ഉണ്ട് മുകളിലും താഴെയും. സോ അത് കാരണം അവിടെയും കൂടെ ഞാൻ നല്ല രീതിക്ക് ഈ ഒരു BB ക്രീം വെച്ചിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കരുവാളിപ്പങ്ങ് കുറച്ചെങ്കിലും ഒന്ന് കുറഞ്ഞു കിട്ടും. സോ അത് കാരണം കണ്ണിന് മുകളിലും താഴെയും ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ആ BB ക്രീം ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നമുക്ക് പോൺസിൻ്റെ ടാൽക്കം പൗഡർ നമുക്ക് യൂസ് ചെയ്യാം. കണ്ണിനടിയിലും വിയർക്കുന്ന ഭാഗത്തൊക്കെ ഞാൻ ടാൽക്കം പൗഡർ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ കോമ്പാക്റ്റ് അങ്ങനത്തെ പ്രൊഡക്ട്സ് ഒന്നും ഞാനിവിടെ യൂസ് ചെയ്യുന്നില്ല. ഒരു സിമ്പിളായിട്ടുള്ള അഫോർഡബിൾ ആയിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്കാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ BB ക്രീമും അതുപോലുള്ള ചെറിയ ചെറിയ പ്രൊഡക്ട്സ് വെച്ചിട്ടാണ് ഈ ഒരു കംപ്ലീറ്റ് മേക്കപ്പ് ലുക്ക് നമ്മൾ ചെയ്യുന്നത്. ഇനി അടുത്ത് നമുക്ക് കണ്ണൊന്ന് എഴുതി കൊടുക്കാം. അതിനുവേണ്ടി ഡാസ്ലറിൻ്റെ ഒരു കാജലാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. കാജലില്ലാത്തവർക്ക് അതിന് പകരം ഐലൈനർ ആയാലും അത് യൂസ് ചെയ്യാം. ഞാനിവിടെ കാജലും ഐലൈനറും കൂടെ ചേർത്തൊരു ബോൾഡ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ യൂസ് ചെയ്യുന്നത്. ഒരു സ്മോക്കി ഐസ് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഞാൻ ഇതുവരെ സ്മോക്കി ഐസ് അങ്ങനെ ചെയ്തിട്ടില്ല, ഇതെൻ്റെ ഫസ്റ്റ് ടൈമാണ്. ശരിയാവുമെന്ന് അറിയില്ല, അത്യാവശ്യം കുഴപ്പമില്ല എന്നെനിക്ക് തോന്നുന്നു. സോ ഇവിടെ ഞാൻ സ്മോക്കി ഐസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം കാജൽ കൊണ്ട് മുകൾ ഭാഗത്ത് എഴുതിയതിന് ശേഷം ഇയർബഡ്സ് ഉണ്ടായിരുന്നു, അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല രീതിക്ക് അതൊന്ന് ബ്ലെൻഡ് ചെയ്ത് ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുത്ത് കഴിയുമ്പം അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്നിട്ട് തുടച്ച് കളയേണ്ടതൊക്കെ ഞാൻ തുടച്ച് കളയുന്നുണ്ട്. അങ്ങനെ സ്മോക്കി ഐസ് ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാട് അങ്ങ് ഡാർക്കായിട്ടിരിക്കുന്നത് എനിക്കിഷ്ടമല്ല. ദെൻ ചെറുതായിട്ടൊന്ന് വാലും കൂടെ ചെറുതായിട്ടൊന്ന് ഇട്ട് കൊടുത്തു, ഇല്ലെങ്കിൽ ഇൻകംപ്ലീറ്റ് ഫീൽ തോന്നിക്കുന്നുണ്ട്. അത് കാരണം ചെറുതായിട്ടൊന്ന് വാലോടൊന്ന് ഇട്ട് കൊടുത്തു. അപ്പോൾ കണ്ണിൻ്റെ രണ്ട് കണ്ണും ഞാൻ അതേപോലെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴത്തെ പോർഷനിൽ കാജൽ വെച്ച് എഴുതിയതൊന്ന് സ്മഡ്ജ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് മണ്ടയ്ക്കൂടെ ഒന്ന് ഐലൈനർ വെച്ചിട്ടൂടെ ഞാനൊന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതവിടെ അങ്ങനെ സെറ്റായിട്ടിരുന്നുള്ളൂ, ഒരുപാട് അങ്ങ് സ്മഡ്ജ് ആവില്ല. സോ രണ്ട് കണ്ണും ഞാൻ അതേപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. താഴെ അത്യാവശ്യം നല്ല ബോൾഡായിട്ട് തന്നെ നമ്മൾ എഴുതുന്നുണ്ട്, കാരണം മുകളിൽ നമ്മൾ ഐലൈനർ വെച്ചിട്ട് എഴുതുന്നില്ല. അത് കാരണം താഴെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഞാൻ എഴുതി കൊടുക്കുന്നുണ്ട്. ഇനി ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഐബ്രോസ് ഞാൻ ത്രെഡൊന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ ഒരു വൃത്തിയില്ല. ഞാൻ മനഃപൂർവ്വം ചെയ്യാത്തതാണ്, എനിക്ക് ഇച്ചിരി കൂടെ നല്ല രീതിയിലൊന്ന് വളരാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. അത് കാരണം ഞാൻ ത്രെഡ് ചെയ്യുന്നില്ല. സോ എന്നാലും ഞാൻ ആ ഒരു എന്താ പറയുക, ഒരു ബോൾഡ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ലിപ്പ് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കാം. ലിപ്പ് ലൈൻ ചെയ്യാൻ ഒരു ലിപ്പ് ലൈനർ എടുത്തിട്ടുണ്ട്, ഒരു പിങ്കിഷ് ആ ഒരു ടോണുള്ള ഒരു ലിപ്പ് ലൈനറാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. സോ ലിപ്പ് ലൈൻ ചെയ്ത് കൊടുത്തു, ഡിഫൈൻ ചെയ്ത് കൊടുത്തു. സോ ഇനി നമുക്കൊരു പൊട്ട് കുത്തി കൊടുക്കാം. എനിക്ക് റെഡ് കളറിലുള്ള പൊട്ടായിരുന്നു ഇഷ്ടം കുത്താനായിട്ട്. സോ അത് ഞാൻ കുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ബ്ലഷ് ഇട്ട് കൊടുക്കാം. സോ ബ്ലഷായിട്ട് ഞാനിവിടെ ഒരു റെഡ് കളർ ലിപ്സ്റ്റിക് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ആക്ച്വലി ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്ത് തന്നെ ബ്ലഷ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഈ ലുക്കിന് വേണ്ടിയിട്ട് മാത്രം ഞാൻ ഇട്ടതാണ്. ഇനി ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കാം. എൻ്റെ കയ്യിൽ ഇൻസൈറ്റ് കോസ്മെറ്റിക്സിൻ്റെ ടോപ്പ് നോച്ച് എന്ന് പറയുന്ന മാറ്റ് ലിപ് പിങ്ക് റേഞ്ചിൽ വരുന്ന ടോപ്പ് നോച്ച് എന്ന് പറയുന്ന ഷെയ്ഡാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. ഡെഫിനറ്റ്ലി യു ക്യാൻ ഗോ ഫോർ ഇറ്റ്. വർത്ത്ഫുള്ളാണ്. വലിയ ഒരുപാട് പ്രൈസ് റേഞ്ചും ഇല്ല, നല്ലൊരു ഷെയ്ഡാണ്. കണ്ടില്ലേ, നല്ല ബ്യൂട്ടിഫുള്ളാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ഷെയ്ഡ്.
സോ മീഡിയം ഡസ്കി സ്കിൻ ടോണിന് പറ്റുമെന്ന് എനിക്കറിയില്ല. മീഡിയം സ്കിൻ ടോൺ വരെയുള്ള ഫെയർ ആൻഡ് മീഡിയത്തിന് എന്തായാലും ഇത് പറ്റും. സോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ലുക്കാണ്. സോ ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ ലുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ മേക്കപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഉള്ള നമ്മുടെ ആ ഒരു ലുക്ക്. സോ ഇനി നമുക്ക് മുടി ഒന്ന് കെട്ടണം. ഞാൻ കാര്യമായിട്ട് വലിയ രീതിയിൽ മുടി കെട്ടുന്നില്ല, ജസ്റ്റ് നമ്മുടെ സാധാ രീതിയിൽ ജസ്റ്റ് കുളിപ്പിന്നെടുത്ത് കെട്ടില്ലേ, അങ്ങനെയാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. സോ ഈ ഒരു ലുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. സോ വളരെ കുറച്ച് പ്രോഡക്ട്സ് വെച്ചിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ഒരു ലുക്കാണിത്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോസ് ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ താങ്ക് യു.